കേന്ദ്രമന്ത്രിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോന്റെ 119ാമത് ജന്മദിനം ചാലക്കുടി ഫോക്കസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പനമ്പള്ളി പ്രതിമയിൽ ഫോക്കസ് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടത്തിയ യോഗത്തിൽ ഫോക്കസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബാബു മേലെടുത്ത്, ട്രഷറർ ജോർജ് കെഎൽ, MT പൗലോസ്, അൻവർ സാദത്ത്, VG മോഹനൻ, രാജു CT, NB ഡേവിസ്, പ്രിൻസ് ആൻഡോ എന്നിവർ സംസാരിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഏപ്രിൽ മാസത്തിൽ ചാലക്കുടിയിലെ അന്നത്തെ യുവജനങ്ങൾ ഒത്തുചേർന്ന് ഫെലോഷിപ്പ് ഓഫ് കൾച്ചറൽ ആർട്സ് ആൻഡ് സർവീസ് എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി. ഏകദേശം 40ഓളം അംഗങ്ങൾ അന്ന് ആ പ്രസ്ഥാനത്തിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഈ സംഘടന ഏറ്റവും വലിയ ആവശ്യം ചാലക്കുടി വികസനം മാത്രമായിരുന്നു. ചാലക്കുടിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക, അതേപോലെ തന്നെ ചാലക്കുടി മുനിസിപ്പൽ കോടതി സ്ഥാപിക്കുക. പനമ്പള്ളി പ്രതിമ ചാലക്കുടിയിൽ സ്ഥാപിതമാകുകയും ചാലക്കുടിയുടെ എന്നും നേതാവായിരുന്ന പനമ്പള്ളിയുടെ അനുസ്മരണം നമ്മൾ വീണ്ടും ഈ വർഷം ആചരിക്കുകയാണ്. പനമ്പള്ളിക്ക് ശേഷം ചാലക്കുടിക്ക് ഒരു നേതാവ് ഉണ്ടായില്ല എന്നത് സത്യമാണ്. നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് വിവിധ മണ്ഡലങ്ങൾ ഉന്നയിക്കാനും പ്രാപ്തരായ ഒരു നേതാവ് ചാലക്കുടിയിൽ